DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 14 ചൊവ്വ. ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്, കേരളത്തിന് 8,000 കോടി രൂപ കൂടി കടമെടുക്കുവാൻ അനുമതി ലഭിച്ചിരിക്കുകയാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 3 മാസത്തേക്ക് 17,600 കോടി രൂപ കടമെടുക്കുവാൻ അർഹതയുണ്ടെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പബ്ലിക് അക്കൗണ്ടും ആഭ്യന്തര വരുമാനവും കണക്കാക്കിയതിലെ തിരുത്തലുകൾക്കനുസരിച്ചാണ് ഈ തുക കേരളം ആവശ്യപ്പെട്ടത്. വൈദ്യുത മേഖലയിലെ പരിഷ്കരണങ്ങൾക്കടുത്ത 6,250 കോടി രൂപയുടെ അധിക വായ്പ അടക്കമുള്ളതാണ് ഈ തുക. എന്നാൽ പകുതിയിൽ താഴെ മാത്രമാണ് അനുമതി നൽകിയത്. ഇക്കാര്യത്തിൽ പുനഃപരിശോധന വേണമെന്നാവശ്യപ്പെട്ട് കേരളം വീണ്ടും കത്ത് നൽകുന്നതായിരിക്കും. അതിനിടെ പൊതുവിപണിയിൽ നിന്ന് കേരളം 2,500 കോടി രൂപ കൂടി കടമെടുക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് കടപ്പത്രങ്ങളുടെ ലേലം നടക്കുകയെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരം നടത്തുകയാണ്. ഈ മാസം 27-ാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടും. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് റേഷൻ വ്യാപാര സമിതിയാണ് കടയടപ്പിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക, കമ്മീഷൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് സമരം. പലതവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങളിൽ നടപടിയുണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കടകൾ അടച്ചിടാൻ ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, ഫെബ്രുവരി 1-നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതിനു മുൻപായി തന്നെ PM കിസാന്റെ 19-ാം ഗഡുവായ 2,000 രൂപ ജനുവരിയിൽ വിതരണം ചെയ്യുന്നതാണ്. അതിനായുള്ള പ്രവർത്തനങ്ങൾ PM കിസാൻ പോർട്ടലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഇപ്പോൾ ചെക്ക് ചെയ്താൽ വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്ന് കാണാം. ഇനി PFMSലേക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് അയക്കും. ശേഷം FTO യെസ് ആകും. ഇതിനെല്ലാം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി എടുക്കൂ. അതിനാൽ തന്നെ ജനുവരിയിൽ 19-ാം ഗഡുവായ 2,000 രൂപയുടെ വിതരണം ഉണ്ടാകും. 2023 നവംബറിലായിരുന്നു PM കിസാൻ ഗഡുവിൻ്റെ വിതരണം. അതിനാൽ അടുത്ത ഗഡു ഫെബ്രുവരി മാസത്തിലായിരുന്നു. എന്നാൽ 2024 ഒക്ടോബറിലായിരുന്നു 18-ാം ഗഡു വിതരണം ചെയ്തത്. അതിനാൽ തന്നെ 2025 ജനുവരിയിൽ വിതരണം ഉണ്ടാകുമെന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നു. ജനുവരി 25-ന് ഒരു കർഷക മീറ്റിംഗ് ഉണ്ട്. മിക്കവാറും ആ ദിവസം തന്നെ ഗഡു വിതരണം ഉണ്ടായേക്കാമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അടുത്ത അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ. 2024 മാർച്ച് മാസം മുതൽ അതാത് മാസങ്ങളിലെ പെൻഷൻ തുക സർക്കാർ വിതരണം ചെയ്തു വരികയാണ്. ഇനി ജനുവരി മാസത്തിലെ പെൻഷനാണ് വിതരണം ചെയ്യുവാനുള്ളത്. അതോടൊപ്പം 4 മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡു ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ ജനുവരി മാസത്തിൽ കുടിശ്ശിക പെൻഷന്റെ ഒരു ഗഡുവിന്റെ വിതരണം ഉണ്ടാകുമെന്ന് ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ എത്തുന്നുണ്ട്. അത്തരത്തിൽ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും തനത് മാസത്തെ പെൻഷനും ചേർത്ത് 3,200 രൂപ ഈ ജനുവരി മാസത്തിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചേക്കാം. കേന്ദ്ര സർക്കാരിൽ നിന്ന് കഴിഞ്ഞ ദിവസം നികുതി വിഹിതമായി 3,300 കോടിയോളം ലഭിച്ചതും ഈ 3,200 രൂപയുടെ വിതരണ സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 20-നും 30-നുമൊക്കെ ഇടയിലായിരിക്കും ജനുവരി മാസത്തെ പെൻഷൻ വിതരണം നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീ ഗുണഭോക്താക്കൾ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കണമെന്നതാണ്. അതായത് വിധവ, അവിവാഹിത പെൻഷനുകൾ വാങ്ങുന്ന 60 വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ജനുവരി 30-ന് മുൻപ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഈ സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടത്. അതിനുശേഷം ഉദ്യോഗസ്ഥർ ഇത് സേവന സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ഈ രേഖകൾ കൃത്യസമയത്ത് നിങ്ങൾ ഹാജരാക്കിയില്ലെങ്കിൽ 2025-ൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങും. അതിനാൽ തന്നെ ഈ രേഖകൾ ജനുവരി 30-ന് മുൻപായി തന്നെ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹാജരാക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.